അയ്യോ ഇന്ന് നമ്മളെ വിട്ടത് ലക്ഷ്മി കൃഷ്ണ എന്നുള്ള ഹോട്ടൽ മുഴപ്പിലങ്ങാടല്ല. അങ്ങനെ പറഞ്ഞാൽ അറിയില്ല, നമ്മുടെ സ്വന്തം പ്രേമാട്ടൻ്റെ കട. അങ്ങനെ പറഞ്ഞാലാന്ന് കുറച്ചുകൂടി അറിയാം. പോയത് അളിയൻ്റെ അപ്പുറം ആണ് പോയത്. ഇതാണ് ഇവിടുത്തെ മെനു. പക്ഷെ ഇതൊന്നുമല്ല കാര്യം. ഇവിടെ സ്പെഷ്യലായി കിട്ടും നമ്മുടെ സ്വന്തം ബീഫും പൊറോട്ടയും. 8 മണിക്കൂർ കൂടുതൽ വിറകടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന സ്ലോ കുക്ക്ഡായ ബീഫാണ്. പിന്നെ നൈസായിട്ടുള്ള പൊറോട്ട. ഒന്നും പറയാനില്ല. നമ്മൾ 4 ബീഫും പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള പൊറോട്ടയും നമ്മൾ വാങ്ങി. പിന്നെ ഓരോ കട്ടൻ ചായയും. പിന്നെ എടുത്തു പറയാനുള്ളത് അവരെ ആ ബീഫിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ടേസ്റ്റുമാണ്. സ്ലോ കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല വളരെ സോഫ്റ്റ് ഹാർഡായ പീസുകൾ നമുക്ക് കിട്ടൂല, അത് ഉറപ്പിച്ച് തന്നെ പറയാം. പിന്നെ മസാലയാണെങ്കിൽ നല്ല കുരുമുളകിൻ്റെ എഫക്റ്റുള്ള മസാലയാണ്. അപ്പം അതും കൂടി ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നല്ലൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ കിട്ടുന്ന ഒരു അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ എത്തിയതൊരു 7:30 ടൈമാണ്. 7:30 ടൈം ആകുമ്പോഴത്തേക്ക് അത് തീരേണ്ടതാണ് ബീഫ്. പക്ഷെ ഭാഗ്യം കൊണ്ട് കിട്ടി. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടുള്ള പിന്നെ വേറൊരു കാര്യമുണ്ട്, അടിച്ച ചായ. അത് നമ്മൾ അളിയൻ മൂപ്പർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കുറച്ച് അടുക്കള കാര്യങ്ങളാണ്. നമ്മൾ പൊറോട്ട അടിക്കുന്ന ചേട്ടനും പിന്നെ കണ്ടാൽ തന്നെ അറിയാം, ഉരുട്ടി ഉരുട്ടി വെച്ച നമ്മളെ പൊറോട്ട റോള്. പിന്നെ ഇതിൽ നമുക്കതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നത് ഈ ലാസ്റ്റ് പോർഷനിലാണ്. നിങ്ങളെൻ്റെ ബാക്കിൽ കണ്ടാൽ മനസ്സിലാവും 3 ഉരുളി. ഈ 3 ഉരുളിയിലാണ് നമ്മളെ ബീഫിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, ചേട്ടനാണെങ്കിൽ തകൃതിയായിട്ടുള്ള വീസലും അടിയാണ്. പൊറോട്ട കൊണ്ട് നല്ല പൊറോട്ടയാണ്, അത്ര ഹാർഡായിട്ടുള്ള നല്ല സോഫ്റ്റാണ്. ഇതിന് പറ്റിയ രീതിയിലുള്ള മേക്കിങ്ങുമാണ്. ഓക്കെ, ചേട്ടൻ അങ്ങനെ നടന്ന് അടിച്ചോട്ടെ. നമുക്കിനി ഇതിൻ്റെ ഉരുളീൻ്റെ സൈഡിലേക്ക് നമുക്ക് പോവാം. എന്താ ഈ ഉരുളി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയാണ് ഇതിൻ്റെ വിൽപ്പന.